വാഹനം ആക്സിഡന്റിൽ പെട്ടിരിക്കുകയാണ്. നമ്മൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട വാക്കുകളെ പഠിക്കുകയാണ്. വാഹനം ആക്സിഡൻ്റായി, അതിന് സദം സയ്യാറ എന്ന് പറയാം. വാഹനം ആക്സിഡൻ്റായ വാഹനത്തിന് സയ്യാറ മസ്ദൂമ എന്ന് പറയും. ഇപ്പം പലപ്പോഴും നമ്മൾ പുതിയ വാഹനം എടുക്കാൻ സമയത്ത് അവരിങ്ങനെ മുട്ടുകിട്ട് സയാദഹാദ മസ്ദൂമ, അതായത് ആക്സിഡൻ്റ് ആയ വാഹനത്തിന് മസ്ദൂം എന്ന് പറയും. ഓക്കെ, സയ്യാറ മസ്ദൂമ. അബ്ഗ സിയാന, വാഹനം ആക്സിഡൻ്റ് ആയിരിക്കുകയാണ്. സയ്യാറ മസ്ദൂമ, കേട്ടിട്ടുണ്ട് ആ വാക്ക്? അതുപോലെ അബ്ഗ അല്ലെങ്കിൽ എബി സുയാന, അതൊന്നും നന്നാക്കണം. മൈൻ്റനൻസിനാണ് സുയാന എന്ന് പറയാം. സുയാന. ഓക്കെ, എനിക്ക് വർക്ക്ഷോപ്പ് കിട്ടണം, അപ്പോൾ പറയാണ് അബ്ഗ സിയാന മിൻ വർഷ. വർക്ക്ഷോപ്പിന് എന്താ പറയുക? വർഷ എന്നാ പറയുക. വേനൽ വർഷ, എവിടെയാണ് വർക്ക്ഷോപ്പ്? ഓക്കെ, വേൻ മെക്കാനിക്കി സയ്യാറാത്ത്, വേൻ മെക്കാനിക്കി സയ്യാറാത്ത്. ഇംഗ്ലീഷിലാണ് മെക്കാനിക് എന്ന് പറയുക, അറബിയിലും മെക്കാനിക് എന്ന് പറയുക. അതിന് മാറ്റം തന്നെയല്ലേ കേട്ടോ. മെക്കാനിക്കി സയ്യാറാത്ത്, വണ്ടി നന്നാക്കുന്ന ആൾക്ക് എന്താ പറയുക? മെക്കാനിക് എന്ന് പറയും. അറബിയിലും മെക്കാനിക്കാണ് പറയുക, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വേൻ മെക്കാനിക്കി സയ്യാറാത്ത്. ഓക്കെ, വേൻ മെക്കാനിക്കി സയ്യാറാത്ത്. അപ്പം നമ്മൾ എന്താണ്? സയ്യാറ മസ്ദൂമ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഈ വണ്ടി സാധയാണോ എന്ന് പറഞ്ഞാൽ നോർമൽ വണ്ടിയാണോ അത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക്കിന് എന്താ അറിയുക? ഓട്ടോമാറ്റിക് എന്ന് പറയും. അതാ ഇഷ്ടകൽ ദാറ്റി എന്നൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗിക്കില്ല. ഓട്ടോമാറ്റിക്, ആ ഇംഗ്ലീഷിന് അറബിയൊക്കെ പറഞ്ഞാൽ മതി. ഹാദി സയ്യാറ ഓട്ടോമാറ്റിക്. എന്ത് സുഖമുണ്ട്, ഹാദി സയ്യാറ ഓട്ടോമാറ്റിക്. ഇപ്പം നമ്മൾ പിന്നെ ചിലത് പറയും ഈജിയിലൊക്കെ റിസാല ഓട്ടോമാറ്റിക് എന്ന് പറയും. ഈജിയിലൊക്കെ റിസാല ഓട്ടോമാറ്റിക്, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് വരും, അതാണ് പറയുന്നത്. ഓട്ടോമാറ്റിക്, ഓട്ടോമാറ്റിക്കിന് ഓട്ടോമാറ്റിക് എന്ന് പറയും. അങ്ങനെ തന്നെ അറബിയാക്കിയാൽ മതി. ഓക്കെ, ഹാദി സയ്യാറ ഓട്ടോമാറ്റിക്. ഇനി അത് നോർമൽ വണ്ടിയാണ്, ഓട്ടോമാറ്റിക് അല്ല. ഹാദാക്ക് സയ്യാറ ആദി, ഹാദാക്ക് സയ്യാറ ആദി, ആ വണ്ടി ആദിയാണ്, ആദി നോർമലാണ്. ഹാദാക്ക് സയ്യാറ ആദി. ഓക്കെ, ഹാദി സയ്യാറ ഓട്ടോമാറ്റിക്, ഹാദാക്ക് സയ്യാറ ആദി. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഹാദാക്ക് സയ്യാറ ആദി. ഓക്കെ, ഖസാന വുഖൂദ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാനൊരിക്കൽ പറഞ്ഞിരുന്നു, അതായത് ഫ്യൂവൽ എന്ന് പറയും. ഇപ്പം നമ്മൾ പെട്രോൾ പമ്പിന് എന്താ പറയാന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. പെട്രോൾ ബങ്കിന് മഹത്ത വുഖൂദ് എന്നാ പറയാന്നുള്ളത്. സാധാരണ സൗദിയിലൊക്കെ മഹത്ത ബെൻസീൻ എന്ന് മാത്രം പറയും. ഈ ചിലർ പറയും മഹത്ത എന്ന് പറഞ്ഞാൽ പമ്പ് എന്നല്ല, മഹത്ത എന്ന സ്റ്റേഷൻ എന്നാണ് അർത്ഥം. ഇപ്പം മഹത്ത ഖിത്താർ എന്നാൽ മെട്രോ സ്റ്റേഷൻ, മഹത്ത മെട്രോ സ്റ്റേഷൻ. ഖിത്താർ എന്നാൽ പിന്നെ ട്രെയിനാണ്. അപ്പോൾ സ്റ്റേഷൻ എന്നാണ് എന്തിൻ്റെ അർത്ഥം? മഹത്തയുടെ അർത്ഥം. അപ്പം മഹത്ത വുഖൂദ് ഒന്ന് പറഞ്ഞു നോക്കിയേ. മഹത്ത വുഖൂദ്. ഓക്കെ, വുഖൂദ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വുഖൂദ്, മഹത്ത വുഖൂദ്, പെട്രോൾ സ്റ്റേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഖസാന വുഖൂദ് പെട്രോൾ ടാങ്ക്. ഇപ്പം നമ്മൾ ഓരോരുത്തരും പെട്രോൾ ടാങ്ക് ഉണ്ടാവുമല്ലോ, ഖസാന വുഖൂദ്. ഫി തഹ്രീബ് സൈത്ത്, അല്ലെ തഹ്രീബ് എന്ന ലീക്ക് ഉണ്ട്. ഫി തഹ്രീബ് സൈത്ത്, ഫി തഹ്രീബ് അൽ വുഖൂദ് മിൻ ഖസാന. അപ്പൊ ടാങ്കിയിൽ നിന്ന് ഇതാക്കുന്നുണ്ട്, ഇത് ഉറ്റു വീഴുന്നുണ്ട്. തഹ്രീബൻ ഉറ്റു വീഴാന്നർത്ഥം. ഓക്കെ, അബ്ബി ഡീസൽ ബി 20 റിയാൽ. അബ്ബി ഡീസൽ, അബ്ബി ഫില്ല് ചെയ്യൂ, ഒഴിക്കൂ. ഡീസലിന് ഡീസൽ, അത് നമ്മൾ ഡീസൽ പഠിച്ചപ്പോൾ അവിടെ ബി 20 റിയാൽ, 20 റിയാൽ നിങ്ങൾ ഡീസൽ അടിച്ചോളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിൽ പ്രധാനപ്പെട്ട ഒന്ന് അബ്ബി, കുറേ വട്ടം പറഞ്ഞത്. അബ്ബി ഫില്ല് ചെയ്യുക, സുബ്ബു ഒഴിക്കുക. ഓക്കെ, അതേപോലെ ഖസാന എന്ന് പറഞ്ഞാൽ ടാങ്കാണ്. വേനൽ ഖസാന യസാർ വല്ല അമീൻ ഖസാന ഇഫ്തഹൽ ഖസാന, നിങ്ങൾ അതിൻ്റെ ടാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യൂ. ഖസാന. ഓക്കെ, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് പഠിച്ചു, സയ്യാറ ആദി പഠിച്ചു, മസ്ദൂമ പഠിച്ചു, സദം സയ്യാറ. വേറൊന്ന് സിയാന പഠിച്ചു. സിയാന എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ്. പിന്നെ മെക്കാനിക്ക് പഠിച്ചു, മെക്കാനിക്ക് സയ്യാറാത്ത് ഒന്നുകൂടി വർഷ എന്നതും പഠിച്ചു. ഓക്കെ, ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അസ്സലാമു